ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിൽ നാടൻ മസാലയാണ് പുരട്ടുന്നത്. ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ മസാലയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ പോലും, അതായത് ഒരു ദിവസം ഇരുന്നാൽ പോലും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ മസാല കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും എല്ലാതും. അപ്പം ഞാൻ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഇഞ്ചി ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ അരക്കാനുള്ളതല്ല, അപ്പോൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം വെളുത്തുള്ളി വേണം. ഒക്കെ ഏകദേശം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം ഇത് മസാല ആക്കിയിട്ട് നമ്മൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ടുള്ള മസാല ഇതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിലോട്ട് കറിവേപ്പില വേണം. കറിവേപ്പിലയും ഇതുപോലെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ മല്ലിയിലയാണ്. മല്ലിയിലയും എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് അരക്കേണ്ടത് ഞാൻ ഒരു സൈഡിലോട്ട് ആദ്യം ഫസ്റ്റ് ഉള്ളതൊന്നാണ് കാണിച്ചു തരികയാണ്. മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് കിട്ടുക. ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പാണ് നമ്മളിതിനകത്തോട്ട് ചേർത്തുന്നത്. അണ്ടിപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലോട്ട് ഏകദേശം കുറച്ച് ബോൺലെസ് പീസസ് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ചെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നാരങ്ങ നീര്. ഇനി നാരങ്ങ ഇല്ലാത്തവർ സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി, അതായത് വിനാഗിരി. അപ്പം ഇത് വലിയൊരു നാരങ്ങ മുഴുവനായിട്ട് എടുക്കുകയാണ്. ഇനി സുർക്കയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ സുർക്ക ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പിഴിഞ്ഞിട്ട് നീരൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലയിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നമ്മളിങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ഫുഡ് കളർ കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട്, ഇറച്ചിയൊക്കെ നമ്മൾ മസാല ആക്കുമ്പോൾ എപ്പോഴും കൈകൊണ്ട് തന്നെ ചെയ്യണം, എന്നാലേ ഉള്ളൂ എല്ലായിടത്തേക്കും ആ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 10 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ വെക്കുക. പിന്നെ ഇത് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് നന്നായിട്ട് ചൂടാവണ എണ്ണ. ചൂടായിട്ടില്ലെങ്കിൽ നമ്മളതിൽ ചേർത്ത ആ കോൺഫ്ലോറൊക്കെ അങ്ങ് കലങ്ങിപ്പോവും. നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് തിളക്കണം. ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മസാലയൊക്കെ അതിൽ പോവും. അപ്പോൾ ഇട്ടിട്ട് അങ്ങനെ വെക്കുക കുറച്ച് സമയം, എന്നാലും മാത്രമേ ഉള്ളൂ നന്നായിട്ട് അതിലെ മസാലയൊക്കെ അതിൽ സെറ്റ് ആവത്തുള്ളൂ. ആ എണ്ണയിൽ കിടന്ന് തിളച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒരൊറ്റ തവണ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുള്ളൂ, കാരണം അത്ര ടേസ്റ്റാണ്, അത്ര
അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.